എന്നെ സംബന്ധിച്ച് ഒരു പ്രത്യേക സ്ഥലത്തോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ എപ്പോഴും ദാറ്റ് ഡേയുടെ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിക്കുന്ന സമയത്തും ഐ ഡിഡ് നോട്ട് മേക്ക് എനി എൻക്വയറി, ഒന്നും ചെയ്തില്ല. ഈ ആൾ എങ്ങനെയുള്ള ആളാണെന്ന് പോലും അന്വേഷിച്ചില്ല. എൻ്റെ കാര്യം ദൈവം ഇത് കാണിച്ചു തരുമെന്ന് മനസ്സിലാക്കി കഴിയുമ്പം പിന്നെ അതിനകത്ത് വേറെ തോട്ട്സ് ഇല്ല. ഞാൻ തുറന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വളരെയധികം സത്യോപദേശത്തിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വേദനാപൂർണ്ണമായൊരു കണ്ടെത്തൽ. വളരെ സന്തോഷം. ഈ ചോദ്യം ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിലും ഒരു പക്ഷേ ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന പോലെ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി. ഓക്കെ, ഞാൻ എൻ്റെ പിതാവ് ആർമിയിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജനനവും ചെറുപ്പകാലമൊക്കെ കേരളത്തിന് വെളിയിലായിരുന്നു. ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചത്. ബാല്യകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാര്യമായൊന്നും ഇല്ലാത്തൊരു ബാല്യകാലം എന്ന് വേണമെങ്കിൽ പറയാം. യാത്രയിലായിരുന്നു. ജനനം ആസാമിൽ തേസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് ജബൽപൂരിൽ 2 വർഷമായിട്ട് സ്കൂളിൽ പഠിച്ചു. പിന്നീട് കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ബാല്യകാലം. 10ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് സുവിശേഷവേലയ്ക്ക് വിളി ഉണ്ടാകുന്നത്. കോളേജ് പഠിക്കുന്ന സമയത്താണ് രക്ഷാനിർണയം പ്രാപിക്കുന്നത്. ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ സ്നാനപ്പെടുകയും അസംബ്ലി ഓഫ് ഗോഡ് സഭയിൽ ചേർന്ന് അവിടെ ബൈബിൾ കോളേജിൽ, അവരുടെ പുനലൂരുള്ള ബൈബിൾ കോളേജ് പഠിക്കുകയും ചെയ്തു. ദൈവവിളി സുവിശേഷവേലയ്ക്കുള്ള വിളി ഉണ്ടാകുന്നത് 1997 ഏപ്രിൽ മാസത്തോടനുബന്ധിച്ചാണ്. ആ സമയത്താണ്. അപ്പോൾ പിന്നീട് തുടർന്ന് പഠിക്കേണ്ടെന്ന് തീരുമാനിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയായിരുന്നു. ഞാൻ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം 2001 കഴിഞ്ഞതിന് ശേഷം ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ, അതായത് പെരുമ്പാവൂരൊരു മിഷൻ സംഘടനയുമായിട്ട് ചേർന്ന് 1.5 വർഷത്തോളം വർക്ക് ചെയ്തു. പിന്നീടൊരു മിഷണറി ട്രെയിനിങ് കോളേജ് 2 വർഷം പഠിപ്പിച്ചു. പിന്നെ 10 വർഷം ആന്ധ്രയിലായിരുന്നു. 2004 മുതൽ 2013 വരെ. 2013 ഞങ്ങൾ കേരളത്തിലേക്ക് കുടുംബമായിട്ട് പോകും. ശരിക്കും എന്നെ സംബന്ധിച്ചൊരു പ്രത്യേക സ്ഥലത്തോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ. അങ്ങനെ ഒന്നിനോടും കമ്മിറ്റ്മെൻറ്റ്, കർത്താവ് പറയുന്നു കേൾക്കുന്നു എന്നുള്ള മാത്രമേ, അതൊരു വൺ ലൈൻ ഓഫ് ഒബീഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആന്ധ്ര എന്ന് പറഞ്ഞാൽ ആന്ധ്ര, കേരളം എന്ന് പറഞ്ഞാൽ കേരളം. വൈ എന്നുള്ള ചോദ്യം ദൈവത്തോട് ചോദിക്കേണ്ട. കാരണം ഹി ക്യാൻ ഡിസൈഡ് വെയർ ടു ഗോ. ആന്ധ്രയിൽ എന്ന് പറഞ്ഞാലും ആന്ധ്രയിൽ ഒരു മിഷണറി, പക്ഷേ സുവിശേഷം അറിയാത്ത ആളുകളല്ല ആന്ധ്രയിലുള്ളതും. ആന്ധ്രയിൽ വളരെ സുവിശേഷം എത്തിയിട്ടുള്ളൊരു സ്ഥലമാണ്. ദൈവം അന്ന് അങ്ങനെ ഒരു ഗൈഡൻസ് തന്നു. അവിടെ ഞങ്ങൾ വളരെ വർഷങ്ങൾ, 10 വർഷത്തോളം അവിടെ ശുശ്രൂഷയിലായിരുന്നു. അപ്പോൾ ഒത്തിരി വഴികളിലൂടെ കർത്താവ് നടത്തുകയും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള എന്താണ് ക്രിസ്ത്യ ജീവിതമെന്ന്, ബേസിക്കലി റിപ്പൻറ്റൻസ് എന്താണെന്നും കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഉൾക്കാഴ്ചകൾ ആ മിഷണറി കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. പിന്നീട് ഈ ടീച്ചിങ് എന്നുള്ളൊരു നിയോഗം കർത്താവ് തരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ശുശ്രൂഷകൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം അതങ്ങനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയും ഇവിടെ വീണ്ടും ശുശ്രൂഷകൾ ഇങ്ങനെ ഉണ്ടാവുക. അങ്ങനെ കാലക്രമത്തിൽ ഞങ്ങളിങ്ങോട്ട് മാറിയായിരുന്നു. പക്ഷേ അതിനകത്ത് വ്യക്തമായി ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് ഞങ്ങൾക്ക് കുടുംബമായി, എനിക്കും എൻ്റെ വൈഫിനും പ്രത്യേകമായി അത് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ആന്ധ്രയിൽ ബേസിക്കലി ഞങ്ങളെ നാട്ടിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് സഹോദരങ്ങൾ ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഒരു സഭയുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ. പക്ഷേ ദൈവം ഞങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ് 10 വർഷവും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഞങ്ങൾ വളരെ ഒട്ടും മിഷന് സ്യൂട്ടബിൾ അല്ലാത്ത റഫ് റോ മെറ്റീരിയലായിരുന്നു. 10 വർഷം കൊണ്ട് കർത്താവ് വളരെയധികം പണികൾ ഞങ്ങൾ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു 10 years എന്ന് പറയുന്നത്. പലപ്പോഴും ലോൺലിനെസ്, അങ്ങനെയുള്ള ഒത്തിരി ജീവിതത്തിൽ ഒരു മിഷണറി കടന്നു പോകേണ്ട പല സാഹചര്യങ്ങളും കടന്നുപോയി. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മരണം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെവിടെയെല്ലാം സൂക്ഷിച്ചു. ഏറ്റവും പ്രധാനം ശരിക്കുള്ള റാഡിക്കൽ ക്രിസ്ത്യൻ ലിവിങ് എന്താണ് എന്ന് ഒരു ബോധ്യമുണ്ടാകുന്നത് ഈ മിഷൻ കാലഘട്ടത്തിലാണ്. അതൊരു പഠന കാലയളവായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ദീർഘകാല വിഷനോ പദ്ധതികളൊന്നും എനിക്കില്ല. ഇത്ര വർഷം കഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. എന്തായി തീരണമെന്നൊന്നും ഒരു പ്ലാനുമില്ല. പക്ഷേ ഒരു ദേശത്തേക്ക് വരുമ്പോൾ, ഒരു സുവിശേഷകൻ ചെല്ലുമ്പോൾ, ഒരു ബൈബിൾ ടീച്ചർ ചെല്ലുമ്പോൾ തീർച്ചയായും കേൾക്കാനുള്ള ആളുകളെ ദൈവം ഒരുക്കിയിട്ടുണ്ടാവും. കേൾക്കുന്നവർ
കൂടി വരുമ്പോൾ സഭ ഉണ്ടാകും. ഇതെല്ലാം നാച്ചുറൽ പ്രോസസ്സാണ്. ഇപ്പോൾ സഭ ഉണ്ടാകണമെന്ന് നിർബന്ധം കൊണ്ടല്ല അവിടെ സഭ ഉണ്ടായത്. സഭ പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഒരു സഭ കൂടിവരം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ കൂടി വന്ന് അവർ പ്രാർത്ഥനയിലും വചന പഠനത്തിലും ആയിരിക്കുമ്പോൾ അതൊരു സഭയായി കൂടുക എന്നുള്ളത് എൻ്റെ ഒരു നാച്ചുറൽ കോൺസിക്വൻസാണ്. അതിനോട് പ്രസ്ഥാനവൽക്കരിച്ചിട്ടില്ല, പേരിട്ടിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല, പ്രസ്ഥാനവൽക്കരിച്ചിട്ടില്ല. ഒരു ഹൗസ് ചർച്ച് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ഡിസൈപ്പിൾഷിപ്പ് ഗ്രൂപ്പാണ്. അത് എനിക്ക് പ്രസ്ഥാനവൽക്കരണത്തോട് ഭീമമായൊരു എതിർപ്പൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ദൈവം അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ നടത്തുന്നു എന്നുള്ളത് കൊണ്ട്, പ്രസ്ഥാനവൽക്കരണത്തിന് അതിൻ്റേതായ അപകടങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങനെ ഒരു നാച്ചുറൽ സ്പോണ്ടേനിയസ് വർക്കല്ലാതെ ഒന്നും പ്ലാൻ ചെയ്തോ ഇതിങ്ങനെ ചെയ്താലല്ലേ ശരിയാവൂ അങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊന്നും ജീവിതത്തിൽ അങ്ങനെ പ്ലാൻ ചെയ്യേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അതായത് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്കൽ ചർച്ചുകളാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഒരു IPCയുടെ ചർച്ച ആയാലും ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആയാലും ഏത് പ്രസ്ഥാനത്തിൽ പോയാലും, PG ആയാലും, I am not concerned about how the organization works. When I am inside a local church, I am concerned only about the local body of Christ. ക്രിസ്തുവിൻ്റെ ഇൻവിസിബിൾ ശരീരത്തിൻ്റെ വിസിബിൾ എക്സ്പ്രഷൻസിലാണ് ഞാൻ എപ്പോഴും ശുശ്രൂഷിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അറ്റ് ആൻ ഓർഗനൈസേഷണൽ ലെവൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാ ലോക്കൽ ചർച്ചുകളും ഈക്വലാണ്. അത് ഒരു ലോക്കൽ ചർച്ചിൻ്റെ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ജനം ആ ദേശത്ത് കൂടി ഒന്ന് ഫോം ചെയ്യുന്ന ഒരു ശരീരമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ചർച്ചിൻ്റെ ഒരു ഫങ്ഷനിങ്ങിൽ കുറച്ചുകൂടി ഒരു ലേ പാർട്ടിസിപ്പേഷനുള്ള, കൃപാവരങ്ങളുടെ ബേസിസിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടാകണം എന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അത് എത്ര നടക്കുമെന്നറിയില്ല. ഇറ്റ്സ് ഓൾസോ ഇൻ വൺ വേ എ പ്രെയർ ടു ഗോഡ്. ഞങ്ങളൊരു ഒരു സഭ, ഒരു കൂട്ടായ്മ തുടങ്ങുമ്പോൾ അവിടെ പ്രവചനപരമുള്ളവരും അതുപോലെ സഭയുടെ പരിപാലന വരങ്ങളുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് വേർതിരിച്ച് അങ്ങനെ ഒരു റിവൈവലിസ്റ്റിക് ആയിട്ടുള്ള അത് ദൈവം എങ്ങനെ കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പണിതെടുക്കുന്നതെന്ന് കാണാനുള്ള ഒരാഗ്രഹം കൂടിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. സോ എനി ലോക്കൽ ചർച്ച് ഈസ് ദ സെയിം ഫോർ ദ ലോഡ്. ദൈവം ചിലതിനെക്കുറിച്ച് ഭാരപ്പെടുന്നു, ചിലതിനെക്കുറിച്ച് സന്തോഷിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പോലെ അങ്ങനെ എത്ര സഭകൾ എത്ര ദേശത്തുണ്ടായാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവർ തമ്മിൽ തല്ലാതെ സ്നേഹവും ഫെലോഷിപ്പിലും പോകുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഓരോ സ്ട്രീറ്റിലും ഹൗസ് ചർച്ചുകൾ ഉണ്ടാകട്ടെ, ഹൗസ് കിട്ടിയില്ലെങ്കിൽ ഹോൾ എടുക്കട്ടെ, എന്തെങ്കിലും ആകട്ടെ, എവിടെ കൂടിയാലും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ അസംബ്ലി ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൺ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ അതിൻ്റെ പ്രസ്ഥാന സൈഡ്, അതിനെ ഓർഗനൈസേഷണൽ സൈഡിനെ മറന്നുകൊണ്ട് ഞാൻ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും വചനം പഠിപ്പിക്കുമ്പോഴും എല്ലാം അതാത് ചർച്ചിലെ ലോക്കൽ ചർച്ചിനെ ഡിഫൈ ചെയ്യുക, അതിനെ ബിൽഡ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും ഒരു ദേശത്ത് ചെല്ലുമ്പം ഇപ്പം ഞാനീ പഠിപ്പിക്കുന്ന എപ്പോഴും ഫൗണ്ടേഷണൽ ട്രൂത്സിൽ നിന്നാണ് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എസെൻഷ്യലി അറിഞ്ഞിരിക്കേണ്ട ബൈബിളിൻ്റെ പത്യോപദേശം എന്തെന്ന് സഭകളെല്ലാം ആ ഫൗണ്ടേഷനിലെത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ എനിക്കിപ്പോൾ ഒരാൾ വിശ്വാസത്തിൽ വന്ന ഒരാളെ കണ്ടു. അപ്പോൾ ആളെ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിയുമ്പം എനിക്ക് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു കൊടുക്കാനൊരു സ്ഥലമില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് കോൺഫിഡൻസ് ഉള്ളൊരു സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു വിടേണ്ടി വരും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ലോക്കൽ സഭകൾ ആവശ്യമായിട്ട് വരും. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് 5 വർഷത്തെ ബൈബിൾ സ്റ്റഡിയുടെ ഫലമാണ് സഭ. അപ്പം തീർച്ചയായിട്ടും ശുശ്രൂഷകൾ എന്താണ് ഉപദേശങ്ങൾ എന്ന് വളരെ വ്യക്തമായ ഗ്രാസ്പോടെ ഓരോ വിശ്വാസിക്കുമുണ്ട്. ഞങ്ങളത് അടിസ്ഥാന വേദോപദേശങ്ങൾ പഠിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ടീച്ചിങ്, അതായത് ഒത്തിരി പ്രതിഭാസങ്ങൾ ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട ഫൗണ്ടേഷണൽ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് സഭയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ ഒരു എൽഡർഷിപ്പ് ബേസ്ഡിലാണ് ചർച്ച് നീങ്ങുന്നത്. ഇടയ ശുശ്രൂഷ തീർച്ചയായിട്ടും ഉണ്ട്, അതെല്ലാം കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലേ പാർട്ടിസിപ്പേഷൻ, ഉദാഹരണത്തിന് അപ്പനുറുക്കൽ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നത് പോലും ഞങ്ങളുടെ ചർച്ചിലെ മുതിർന്ന 2-3 എൽഡേഴ്സിനെ അതിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരാണ് ഓൾട്ടർനേറ്റ്ലി അത് ചെയ്യുന്നത്. അത് ഈവൻ ഇഫ് ഐ എം നോട്ട് ദെയർ, ഈവൻ ഇഫ് ഐ ഡൈ, ഈവൻ ഇഫ് ഐ എം നോട്ട് ദെയർ ടുമോറോ, ബോഡി ഓഫ് ദ ലോർഡ് ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡൻറ്റ് ഓൺ വൺ പേഴ്സൺ ഓർ ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഷുഡ് ബി സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് സെൽഫ് സപ്പോർട്ടിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ട്രെയിനിങ് വിൽ ബി ഇൻ ദാറ്റ് വേ. അതുപോലെ അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എപ്പോഴും ദാറ്റ് ഡേയുടെ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈഫ് കല്യാണം കഴിക്കുന്ന സമയത്തും ഐ ഡിഡ് നോട്ട് മേക്ക് എനി എൻക്വയറി, ഒന്നും ചെയ്തില്ല. ഈ ആൾ എങ്ങനെയുള്ള ആളാണെന്ന് പോലും അന്വേഷിച്ചില്ല. എൻ്റെ കാര്യം ദൈവം ഇത് കാണിച്ചു തരുന്നു മനസ്സിലാക്കി കഴിയുമ്പം പിന്നെ അതിനകത്ത് വേറെ തോട്ട്സ് ഇല്ല. ഐ ഓൾവേസ് ട്രൈ ടു ലിവ് ഇൻ ദ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞല്ലോ, പിന്നെ അതിനകത്ത് വാട്ട് എൽസ് ഈസ് ദെയർ.
എന്നുള്ള ചോദ്യത്തിൽ. അപ്പോൾ പിള്ളേരെ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത 3 പിള്ളേർ ഞങ്ങൾക്കുണ്ട്. അപ്പം അവരെ ദത്തെടുക്കുമ്പോൾ ഇവരെന്തായിത്തീരും, നാളെ ഇവരെ എന്ന് അതൊന്നും ചിന്തിച്ചിട്ടില്ല. ആൻഡ് ദാറ്റ് ഡേ വാട്ട് ഗോഡ് ആസ്ക്ഡ് മീ ടു ഡു. അപ്പോൾ അത് ഒരു ടുമോറോ എന്ത് സംഭവിക്കും എന്നുള്ളൊരു അബ്സല്യൂട്ട്ലി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എനിക്ക് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഒരിക്കലും ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു പ്ലാനോ നാളെ ഇതെങ്ങനെയാകണം, എൻ്റെ മിനിസ്ട്രി എങ്ങനെയാകണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ബ്ലൈൻഡാണ്. സോ ഐ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് വെയർ ദ ഗോഡ് വുഡ് ലീഡ് മീ. അതിനകത്ത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഇൻക്ലൂഡിങ് മൈ ഡെത്ത്. വാട്ട് എവർ ഹാപ്പൻസ് ലെറ്റ് ഗോഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളതാണ് അതിനകത്തെ പോയിൻറ്റ്. ഇപ്പം നാളെ എന്ത് സംഭവിക്കുന്നു, ദാറ്റ് ഈസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. മിനിസ്റ്റർ എങ്ങനെ പോകും, ദാറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. ബട്ട് എവറി ഡേ ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് എവറി ഡേ ലിസൺ ടു ഹിസ് വോയിസ് ആൻഡ് എൻഷുർ ദാറ്റ് ഹീസ് ടോക്കിംഗ് ടു യു. അതിപ്പോൾ എന്നെ സംബന്ധിച്ചൊരു മോമെൻറ്റ് ബൈ മോമെൻറ്റ് ലൈഫാണ്. അതുകൊണ്ട് മോമെൻറ്റ് ബൈ മോമെൻറ്റ് എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. പല ഫെയിലറുകൾ ഒത്തിരി ഉണ്ട് ഇപ്പോഴും കൺസിസ്റ്റൻ്റ്ലി, ബിക്കോസ് വൺ തിങ് ദാറ്റ് ഹ്യൂമൻ ബീങ് ക്യാൻ കൺസിസ്റ്റൻ്റ്ലി ഡു ഈസ് ടു ഫെയിൽ. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു എന്ന അബ്സല്യൂട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വി ആർ മച്ച് ഷോർട്ട്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ എന്നെ മറയ്ക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, അങ്ങനൊരു വിഷൻ ഉണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നുണ്ടായ സർക്കംസ്റ്റാൻസസ് ആണ്. ഇപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് പെട്ടെന്ന് പേരൻസ് മരിച്ചു പോകുന്ന, അനാഥനായി പോകുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരു സ്പോണ്ടേനിയസ് ക്രൈസ്റ്റ് ലൈഫ് എന്തായിരിക്കും അഗതികളോട് കാണിക്കേണ്ട ക്രിസ്തുവിൻ്റെ മനസ്സ് എൻ്റെ മുമ്പിൽ കർത്താവ് ഏൽപ്പിച്ചു തരുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് എടുത്തത്. അതും സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നതാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ ഒരു കൊച്ചു ഞങ്ങളുടെ വീടിന് മുമ്പിൽ അനാഥയാകുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു കാര്യത്തിലൂടെ ഞങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. കാരണം ഇറ്റ്സ് നോട്ട് ഈസി. ആ സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ പോലെ വേറെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് വാസ് വെരി കോംപ്ലിക്കേറ്റഡ്. അതിൽ ഞങ്ങൾ എത്ര % ജയിച്ചിട്ടുണ്ടെന്നൊന്നും വിധിക്കാൻ പറ്റിയില്ല, കാരണം സോ ഡിഫിക്കൽട്ട്. പക്ഷേ ദൈവം അതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം എന്താ നിങ്ങളെ പഠിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് മോട്ടീവ്സ് ഒന്നുമില്ല. പിന്നെ HIV ഉള്ള കുഞ്ഞിനെ എടുത്തതും ഞങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് ഇവനെ ഏതെങ്കിലും കെയർ സെൻറ്ററിൽ വിടാം എന്ന് വിചാരിച്ച്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ചേച്ചിയും കൂടെ കൂടിയാണ് വരുന്നത്. അപ്പോൾ ചേച്ചിക്കില്ല, ഇവനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും 3 വയസ്സുള്ള ഇവനെ ചേച്ചിയിൽ നിന്ന് അകറ്റുക, ഞങ്ങളിൽ നിന്ന് അകറ്റുക, അവനൊരു ഒറ്റയ്ക്ക് ഒരു കെയർ സെൻറ്ററിൽ വിടുക എന്ന് പറയുന്നത് എനിക്ക് പെയിൻഫുള്ളായിട്ട് തോന്നി. തന്നെയുമല്ല, കർത്താവിൻ്റെ പറഞ്ഞ ബലഹീനരെ ഒഴിവാക്കുന്നതല്ല കർത്താവിൻ്റെ ഒരു പോളിസി. ഇഫ് ക്രൈസ്റ്റ് വെയർ ഇൻ മൈ പ്ലേസ് ഹി വുഡ് നോട്ട് ഡു ദാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആട്ടെ, ഇഫ് ഹി ഈസ് ഗിവൺ ടു അസ് ബൈ ദ ലോർഡ്, ഗോഡ് ഓൾസോ വിൽ ഗീവ് ഗ്രേസ് ഫോർ അസ് ടു കീപ്പ് ഹിം. അപ്പോൾ അങ്ങനെയാണ് അതും അങ്ങനെ ഒരു ഡിസിഷനിലാണ് എടുത്തത്. പിന്നെ ഇപ്പം അവൻ ഞങ്ങളുടെ കൂടെ ഇല്ല, ഈസിനെ കെയർ സെൻറ്റർ. കാരണം ഇപ്പം ഞങ്ങൾക്ക് അവനെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിലല്ല അവൻ്റെ ഹെൽത്ത് പോകുന്നത്. അപ്പം വീടിനകത്തുള്ള മാനേജ്മെൻറ്റ് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഹീസിനെ കെയർ സെൻറ്റർ ഇൻ ബാംഗ്ലൂർ അറ്റ് ദിസ് ടൈം. 10 വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് നോട്ട് എനി മോർ പോസിബിൾ ഫോർ അസ്. ഇല്ല, അത് ദൈവം തന്നാൽ ഇപ്പം പ്രായമായവരെല്ലാം കുഴപ്പമില്ല. കാരണം അതെല്ലാം ഓരോ ദിവസവും എന്ത് സംഭവിക്കുന്നുള്ളത്. വെൻ വൺ മോർണിംഗ് ഡോൺസ് അപ്പോൺ us, വാട്ട് ഹാപ്പൻസ് ദാറ്റ് ഡേ വി കനോട്ട് സേ. കാരണം നാളെ കുറച്ച് പ്രായമായവർ തരുന്നെങ്കിൽ നമുക്ക് പരാതികളൊന്നുമില്ല. വാട്ട് ഗോഡ് ഗീവ്സ്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും വരുന്നത് എന്താണ്, ആ സാഹചര്യത്തെ ക്രിസ്തു എങ്ങനെ നേരിടും. ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾ, ഞങ്ങളോട് പലരും ചോദിക്കാറ് നിങ്ങളുടെ ചിൽഡ്രൻസ് ഹോം എന്ത് ചെയ്യും. അങ്ങനെ ചിൽഡ്രൻസ് ഹോം ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ഇറ്റ്സ് നാച്ചുറലി ഹാപ്പൻസ്. അവിടെ നിന്ന് ഞങ്ങൾ ജയിച്ചു എന്നല്ല പറയുന്നത്, ബട്ട് വി ട്രൈഡ് വാട്ട് ഗോഡ് ഗേവ് us ടു ട്രൈ. ആ ട്രയൽസിലെല്ലാം ദൈവം ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ദർ ഇസ് നോ മോർ, ഐ കനോട്ട് സേ വാട്ട് ഐ വിൽ ഡു ടുമോറോ. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു പദ്ധതി ഒരിക്കലും ഇല്ല. ഇപ്പം മിനിസ്റ്ററി തന്നെ, ഇപ്പം ഈ ടീച്ചിങ് മിനിസ്റ്ററി നാളെ എന്താകുമെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അതിനെക്കുറിച്ച് കൺസേൺഡ് ആകരുതെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടാതെ ഒത്തിരി പേര്, അതായത് റിയൽ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത അനേകം ആളുകൾ നമ്മുടെ സഭകളിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യമാണ്. ഞാൻ അനേകം ആളുകളിൽ നിന്ന് സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഗെറ്റ് ദം ബാക്ക് ടു ക്രൈസ്റ്റ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ വേദശാസ്ത്രം ഒന്നേ ഉള്ളൂ, ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം. അങ്ങോട്ട് എത്തിക്കുക. ഏത് പ്രസംഗം പ്രസംഗിച്ചാലും ക്രിസ്തു എന്ന ഫോക്കസിലേക്ക്, അത് നീതിയുടെ കാര്യമായാലും അനുസരണത്തിൻ്റെ കാര്യമായാലും വിശദീകരണത്തിൻ്റെ കാര്യമായാലും, എവറിത്തിങ് ഈസ് ഇൻ ക്രൈസ്റ്റ്, ഹീ ഈസ് എവറിത്തിങ് ആൻഡ് വി ആർ നത്തിങ്. അപ്പോൾ അത് ഫെയ്ത്തിനാൽ ക്രിസ്തുവിൻ്റെ ലൈഫ് ജീവിക്കുക, ആ ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസിലോട്ട് ആൾക്കാരെ നയിക്കുക എന്നുള്ളതാണ്. ഇൻ ദാറ്റ് സെൻസ് ഐ എം നോട്ട് എ പ്രീച്ചർ. ഞാനൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്ത് 5 പോയിൻറ്റുകൾ അല്ലെങ്കിൽ ഒരു പ്രസംഗം പ്രിപ്പയർ, അങ്ങനെ ഒരു രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല. അങ്ങനെയല്ല. എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ട്രെയിൻ ദം ടു ബി ഡിസൈപ്പിൾസ്. അപ്പം അവരോട് എന്താണ് ഒരു എമർജൻസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണുള്ളത്, ഒരു ആ ദൈവം തരുന്ന ബർഡൻ അൺബർഡൻ ചെയ്യുക എന്നുള്ളതല്ലാതെ നെവർ പ്രിപ്പയർ മൈ സെർമൺസ് ലൈക്ക് ദാറ്റ്. അതായത്
ഞാൻ തുറന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബൈബിളിൽ ഒരു അധ്യായവും ഞാൻ എൻ്റെ ഓർമ്മയുള്ള കാലത്ത്, അതായത് മേ ബി അറ്റ്ലീസ്റ്റ് ഫ്രം 2011, ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി റോമാലേഖനം വായിച്ചിട്ടില്ല. പോയിൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയോ മറ്റൊരാളോട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയോ വായിച്ചിട്ടില്ല. വായിച്ചിട്ടുള്ളത് ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ. അത് ശരിക്കും ഞാൻ പഠിച്ച ഒന്നാമത്തെ പാഠം, ബൈബിൾ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ മുട്ടുകുത്തിയിരുന്ന്, നോട്ട് ലിറ്ററലി, ഹംബിൾനെസ്സിൽ കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ എന്ന രീതിയിൽ എന്നോട് സംസാരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാനത് തോക്കുകയോ ജയിക്കുകയോ ആട്ടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഒത്തിരി അടുത്ത് തോക്കാനാണ് സാധ്യത. കാരണം വി ആർ സ്പീക്കിംഗ് അബൌട്ട് അബ്സല്യൂട്ട് റൈച്ചസ്നെസ്, അതായത് ചില കൽപ്പനകളുടെ പ്രമാണമല്ല, അതിനേക്കാൾ അപ്പുറം ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു അബ്സല്യൂട്ട് കമാൻഡ്മെൻറ്റിലേക്ക് നമ്മൾ നോക്കുമ്പം പരാജയത്തിന് സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മൾ ക്രിസ്തുവിനെ പോലെ പെർഫെക്ഷൻ ആകുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഫെയ്ത്തിനാലാണത് ആ ഒരു അബ്സല്യൂട്ടിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ആ ഒരു ഫെയ്ത്ത് ആണ്, ഈ ഫെയ്ത്ത് എൻ്റെ ലൈഫിൽ ദൈവം പല പരാജയങ്ങളിലൂടെയും വേദനകളിലൂടെയും കർത്താവ് എന്നെ കാണിച്ചു തന്നൊരു ഫെയ്ത്താണ്. അത് തീർച്ചയായിട്ടും ദൈവം എന്നെ കാണിച്ചു തന്നെന്ന് 100% വിശ്വസിക്കുന്നു. കാരണം ഐ ഹവ് നോട്ട് ഡൺ എനി സ്റ്റഡി, ഒരു കമൻട്രി ഇതിൻ്റെ പുറകിലില്ല. 2011 ശേഷം കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എനി ബുക്സ്. 2011 ശേഷം പ്യുവർലി അതൊരു പേഴ്സണൽ കാര്യമാണ് കേട്ടോ, വേറെ ആളുടെ ഉപദേശിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, 2011 ശേഷം ബൈബിൾ അല്ലാതെ ഒരു വകയും വായിക്കണ്ട. അതുകൊണ്ട് ഞാനിങ്ങനെ എന്ന് പറഞ്ഞാൽ പഠനാത്മകമായിട്ട് ഞാനതുകൊണ്ട് ഒരു പുസ്തകവും നോക്കാതിരുന്നപ്പോഴാണ് ബൈബിൾ മാത്രം വീണ്ടും 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 വായിക്കുമ്പോഴാണ് അതെന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്, എന്താണ് കർത്താവ് പറയുന്നത് എന്നുള്ള എൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചമായിട്ട് വരുന്നത്. അത് അങ്ങനെ ഒരു കാര്യം കൂടി എൻ്റെ ഇടയിലുണ്ട്. സോ ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ദി ബൈബിൾ. വളരെയധികം പത്യോപദേശത്തിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വേദനാപൂർണമായൊരു കണ്ടെത്തൽ. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്, ഇപ്പോൾ ഞാൻ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോഴും നിത്യതയുടെ ഉറപ്പിനെക്കുറിച്ചൊക്കെ പറയുമ്പം മിക്കവാറും വലിയൊരു പങ്ക് ഓഡിയൻസും ഇത് ആദ്യം കേൾക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. കാരണം ഒരു 70 to 80 years ബാക്ക് ഈ പെന്തക്കോസ്ത് ഉണർവ് നടക്കുന്ന കാലത്ത്, പെന്തക്കോസ്ത് മാത്രമല്ല കേരളത്തിൽ പല സഭകളിൽ ഉണർവ് നടക്കുന്ന ഒരു കാലഘട്ടം, അന്ന് ഇതൊരു കോമൺ ആയിട്ട് ആളുകൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, ഞെരക്കത്തോടെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ പറയുമ്പം അത് വളരെ ദൂരെയായി പോയതുപോലൊരു ഫീലിംഗ് ഇന്ന് സഭകളിൽ വന്നിട്ടുണ്ട്. അതിന് ലോകമയത്വം ഒരു കാരണമാണ്. മനുഷ്യനെല്ലാം പൊതുവേ ലോകത്തിലോട്ടാണ് അവൻ്റെ കണ്ണും ദൃഷ്ടിയും വരുന്നത്. അപ്പോൾ പതുക്കെ പത്യോപദേശത്തിൽ നിന്ന് ഒഴുകിപ്പോവുക. ഇപ്പോൾ ഇത്തിരി വിശദമാക്കണമെങ്കിൽ അത് നമുക്കിങ്ങനെ ചിന്തിക്കാം. ഉദാഹരണത്തിന്, പാപം എന്നാൽ എന്താണ് എന്ന് ഒരു ബേസിക് അടിസ്ഥാനപരമായൊരു ചോദ്യം. നമ്മൾ സാധാരണ ലോകം പാപത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ലോകത്തിൻ്റെ അതേ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പതുക്കെ അതുപോലെ സ്വർഗവും നരകവും പോലും, നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോവും, തിന്മ ചെയ്താൽ നരകത്തിൽ പോവും എന്നുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് പതുക്കെ നമ്മളെത്തി. ക്രിസ്തു എന്താ ചെയ്ത് അവൻ എങ്ങനെ രക്ഷിക്കുന്നത് എന്നുള്ളത് വിട്ടുപോയി. അത് ജനറലൈസ് ചെയ്ത് ഞാൻ പറയുമല്ല, എല്ലാവരും അങ്ങനെയാണെന്ന്. പക്ഷെ വലിയൊരു പങ്ക് സഭകളിലും ആ ഒരു കണക്റ്റ്, യേശുക്രിസ്തുവുമായിട്ടുള്ളൊരു കണക്ഷൻ പോയ അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളെ തുറക്കുകയും ഇത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഐ എം വെരി ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട്. കാരണം ഈ അന്ത്യകാലത്ത് കർത്താവ് അവന് വേണ്ടി കുറച്ച് ആളുകളെ വേർതിരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഒഴുകി പോകുന്നതിനിടയ്ക്ക് കുറച്ച് ആളുകളെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് സുവിശേഷത്തിലെ ഉപദേശം, അതായത് പുതിയ നിയമത്തിലെ ഉപദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ദൈവിക പരിജ്ഞാനമാണത്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായി കുറേ നാൾ അങ്ങനെ വിട്ടിരുന്നാൽ, തുടർച്ചയായി ഉപദേശിക്കാതെ വിട്ടിരുന്നാൽ, സ്വാഭാവികമായും നമ്മൾ ലോകത്തിൻ്റെ വെളിപ്പാടുകളിലേക്ക്, അതായത് സാമാന്യമായ മനസ്സിലാക്കലുകളിലേക്ക് പോകും. പത്യോപദേശത്തിൽ ആളുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ തുടർച്ചയായി ഈ റോമാലേഖനവും ഈ എബ്രായ ലേഖനവും ഈ എഫേസ്യ ലേഖനവും ഈ ഗലാത്യ ലേഖനവും വീണ്ടും 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 ചെല്ലണം. അത് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലണം. എന്താണ് സുവിശേഷം എന്ന് മനസ്സിലാവണം. അത് ഇന്നത്തെ ഈ മിനിസ്ട്രിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണെന്ന് അറിയില്ല, ആ ഒരു കാര്യം എംഫസൈസ്ഡ് ആകുന്നില്ല. അത് ആത്മാവിൽ എംഫസൈസ്ഡ് ആകുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ ബ്രദറൻ ചർച്ചുകളിലൊക്കെ വചനം പഠിപ്പിക്കുന്നത് നമ്മളൊരു ഹിസ്റ്ററി ക്ലാസ്സിലിരിക്കുന്ന പോലെയാണ്. അവർ ഹിസ്റ്ററി എടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത്. പെന്തക്കോസ്റ്റിൽ ഇതൊന്നും പഠിക്കണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ അവർ ആത്മാവിലാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ വചനം എന്ന് പറയുന്നത് ആത്മാവിനാൽ എഴുതപ്പെട്ട ഒന്നാണ്. അത് ആത്മാവിൽ മനസ്സിലാക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ ജീവനായി മാറുകയും അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്കും പോവുക എന്ന് പറയുന്ന അപ്പോസ്തലികമായ പാറ്റേൺ നമുക്ക് പലയിടത്തും വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കരുണയാണ്,
എനിക്ക് തന്നെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്റ്റേജ് നിൽക്കുമ്പോൾ. സോ ദിസ് ഗോഡ്സ് ഗ്രേസ് ടോക്കിംഗ് ടു മീ ആൻഡ് ടോക്കിംഗ് ടു ദ ഓഡിയൻസ്. അപ്പം സ്റ്റേജ് നിൽക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. ദൈവമേ, ഇത് എങ്ങനെ എന്നോട് പറയാൻ നിനക്ക് കാരണം തോന്നിയെന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ് ഇൻ അസ് എന്ന് ഞാനതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നു. സോ ഐ ആം സാഡ് അറ്റ് ദ സെയിം ടൈം ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഇറ്റ്. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങിൻ്റെ സൈഡിലും ദേ മേ ബി ഗിവിങ് ഗുഡ് ടീച്ചിങ്, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഉപദേശ രൂപത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ടീച്ചിങ് മൈറ്റ് ബി എൻജോയബിൾ. നമ്മൾ ഇപ്പോൾ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ആരാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, ദൈവത്വം, ഇതെല്ലാം പഠിപ്പിക്കുന്നു. പക്ഷേ അത് ഉപദേശ രൂപത്തിലേക്ക്, അതായത് എൻ്റെ ഇന്നാഡിക്വസി, ഐ എം അൺഎബിൾ ടു ഡു എനിത്തിങ് ഗുഡ്. കർത്താവാണ് എല്ലാത്തിൻ്റെയും പെർഫെക്ഷൻ. അതുകൊണ്ട് ത്രൂ ക്രൈസ്റ്റ് അലോൺ, ത്രൂ ഫെയ്ത്ത്, ബൈ ഗ്രേസ്, ഈ ഒരു ഫൗണ്ടേഷനിലേക്ക് ഈ ടീച്ചിങ്സ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ. അതൊരു ഉപദേശ രൂപമായി റോമർ 6:17 പറയുന്ന പോലെ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നവരെ നീതിയുടെ ദാസന്മാരാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ കൊടുത്ത ആ ഉപദേശ രൂപത്തിലേക്ക് നമ്മുടെ ടീച്ചിങ്സ് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. പഠിപ്പിക്കുക എന്നുള്ളത് പോലും പ്രവാചകന്മാരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൃപയുടെ ശുശ്രൂഷകൾ ഏതായാലും സഭയിൽ വേണം. പക്ഷേ പ്രോഫസീസ് എന്ന് പറയുന്നതായാലും ലോകത്തിൽ എന്ത് മിനിസ്ട്രി സഭയിൽ നടന്നാലും അതെല്ലാം വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന്, ആ അടിസ്ഥാനങ്ങളിൽ നിന്ന് വേണം. ഉദാഹരണത്തിന് ഒരു വ്യത്യാസം, അതിഥി സൽക്കാരം ആചരിക്കുക എന്നുള്ള ഒറ്റ ടോപ്പിക്. ആരാ നമ്മുടെ അതിഥികൾ? ഏറ്റവും നല്ല ആൾക്കാർ, നമുക്കിഷ്ടമുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധത്തിലുള്ളവർ, അല്ലെങ്കിൽ ഉപദേശിമാർ. എളുപ്പമാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ ടീച്ചിങ്ങിലേക്ക് നമ്മൾ വരുമ്പം അഗതികളെ വീട്ടിൽ കൈക്കൊള്ളുന്നവനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അബ്സല്യൂട്ട് റൈച്ചസ്നെസ് എന്താണ്, നമ്മളെക്കൊണ്ട് പറ്റാത്ത അതിനപ്പുറത്തുള്ള ക്രിസ്തു വെളിപ്പെടുത്തിയ അതിലേക്ക് എത്താൻ ഫെയ്ത്ത് എന്ന മാർഗം, ആ ഫെയ്ത്ത് എന്താണ്, ഈ ഒരു ഉപദേശ രൂപം, അതിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിപ്പം പേഴ്സണലായിട്ട് ഇത് പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല, സ്റ്റേജിൽ അലറി വിളിച്ചാലും കുഴപ്പമില്ല, പ്രോഫിറ്റിക്കായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ഗ്രീക്കും ഹീബ്രു എല്ലാം എടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നീഡ് ടു റീച്ച് ദെയർ, റീച്ച് അറ്റ് ദ ഫൗണ്ടേഷൻ. അവിടെയാണ് പ്രശ്നമുള്ളത്. വളരെ സന്തോഷം. ഈ ചോദ്യം ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിലും ഒരു പക്ഷേ ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന പോലെ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി. അതായത് പെന്തക്കോസ്റ്റിലെ ആദ്യകാലങ്ങളിൽ എഴുതിയ പാട്ടുകൾ, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റിൻ്റെ അല്ല, ഇപ്പം അന്നത്തെ കാലത്ത് CSI ചർച്ചിൽ പോലും, ഈവൻ ബ്രദറൻ ചർച്ചിലായാലും ഉണർവ് വ്യാപരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് എഴുതപ്പെട്ടിരുന്ന പാട്ടുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവർക്ക് അക്കാഡമിക് ജ്ഞാനം ഇല്ലാത്തവരെഴുതുന്ന പാട്ടുകളിൽ പോലും വേദശാസ്ത്രപരമായ തെറ്റുകളില്ല. നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും അത് പാടാം. വളരെ അപൂർവം മിസ്റ്റേക്സ് ഈ പഴയ പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കഷ്ടതയുടെയും ഉണർവിൻ്റെയും കാലം കഴിഞ്ഞപ്പോൾ ആത്മീയ ശുശ്രൂഷകൾ ദുർവിനിയോഗം ചെയ്യപ്പെട്ടു. അതെങ്ങനെ ദുർവിനിയോഗം ചെയ്യപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മപൂർണരായിരിക്കുന്നവർക്ക് ഒന്നുകിൽ കർത്താവിനെ പോലെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കല്ലുകളെ അപ്പമാക്കി അതൊരു പ്രോസ്പെരിറ്റി സൈഡിൽ ഇതെല്ലാം നമുക്ക് ഈ ലോകത്ത് നന്മയ്ക്കായി ജീവിക്കാനായിട്ട് ആ കൃപാവരങ്ങളെ മിസ്യൂസ് ചെയ്യാം. ഇപ്പോൾ കൃപാവരങ്ങളെ മിസ്യൂസ് ചെയ്ത് എന്നൊരു കാലഘട്ടം ഉണ്ടായി. നമുക്കത് വ്യക്തമായിട്ടറിയാം. ഒരു കാലഘട്ടത്തിൽ ഭാവി പ്രവചനം ഒരു വലിയ കലയായിരുന്നു. അത് വരാൻ പോകുന്നു, നിനക്ക് ഉണർവ്, നിനക്ക് എന്താ വിടുതൽ വരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊരു പ്രോസ്പെരിറ്റി തിയോളജി, പ്രത്യേകിച്ച് അമേരിക്കയിലെ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതിനുശേഷം ഉണ്ടായ നവോത്ഥാനം, സാമ്പത്തിക അഭിവൃദ്ധി, അവിടെ നിന്ന് വരുന്ന പാസ്റ്റർമാർ, ധനം, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ, TV യിലൂടെ വരുന്ന ഉപദേശങ്ങൾ, ഇതെല്ലാം ഈ പാവം മലയാളത്തിലെ പെന്തക്കോസ്തുകാരെയും സ്വാധീനിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു പ്രോസ്പെരിറ്റി കൾട്ട് ഇവിടെ കുറേ നാൾ വളരെ ശക്തമായി വ്യാപരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ എല്ലാ സോഷ്യൽ തിയറിയിലും നമ്മൾ എപ്പോഴും സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരു തിസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരൊരു തിസിസ് ഉണ്ടാവും, ആൻറ്റി തിസിസ് ഉണ്ടാവും, പിന്നെ അത് രണ്ടും കൂടെ ചേർന്നൊരു സിന്തസിസ് ആവും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെരിറ്റിക്ക് എതിരെ ഉണ്ടായ റിയാക്ഷണറി മൂവ്മെൻ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ നല്ല ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണുന്നത്. അത് ശരിക്കും പ്രോസ്പെരിറ്റി തിയോളജി തെറ്റാന്നുള്ള ഭൗതികമായ മനസ്സിലാക്കലുകളിൽ നിന്നും ആകാം ഈ ഒരു കൗണ്ടർ മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടത് പ്യുവർലി ബിബ്ലിക്കൽ ട്രൂത്ത്സിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന്, സമ്പത്ത് വേണം എന്നൊരാൾ പ്രസംഗിക്കുകയും കർത്താവ് സമ്പത്ത് തരും എന്ന് പ്രസംഗിക്കുകയും ചെയ്യുമ്പം അത് തരില്ല എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് വ്യൂ പോയിൻറ്റ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായാലും നടക്കട്ടെ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു മിഡിൽ പോയിൻ്റ് എന്ന്. അപ്പം ട്രൂത്ത് എവിടെ കിടക്കുന്നുള്ള കാര്യം ഈ ആദ്യത്തെ പ്രസംഗം കേട്ടാലോ രണ്ടാമത്തെ പ്രസംഗം കേട്ടാലോ മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കൃപയുടെ
ചീപ്പ് ഗ്രേസ്, അതൊരു തിസിസ് ആൻറ്റിത്തിസ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. കൃപക്കാരും അന്ന് പറയാണ്, പാപം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പാപവും ചെയ്താലും ദൈവം അത് കണക്ക് കൂട്ടുന്നില്ല എന്ന് പ്രസംഗിക്കുന്നു. സ്വാഭാവികമായിട്ടും രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമമുണ്ടാകും. അപ്പോൾ അവരൊരു കൗണ്ടർ തിസിസ് ഉണ്ടാക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ പ്രവൃത്തികൾ കൊണ്ട് ചെയ്യണം, ന്യായപ്രമാണം അനുസരിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കൗണ്ടർ തിസിസായി. ഇതിലേതാ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും തെറ്റാ. ന്യായപ്രമാണം അനുസരിക്കണമെങ്കിൽ ഗലാത്യർ 3:21 പറയുന്ന പോലെ ജീവിപ്പിപ്പാൻ കഴിയുന്നൊരു പ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ നീതിയുടെ ആധാരമാകുമായിരുന്നു. അത് നീതിയുടെ ആധാരമാകാൻ പറ്റാത്തത് കൊണ്ട് വിശ്വാസത്താലുള്ള നീതി ദൈവം അബ്സല്യൂട്ട് റൈച്ചസ്നെസ് വെളിപ്പെടുത്തി. അത് നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. വി ആർ സ്ലേവ്സ് ഓഫ് ദാറ്റ് റൈച്ചസ്നെസ്, ബട്ട് ദാറ്റ് കംസ് ഓൺലി ബൈ ഫെയ്ത്ത്. അപ്പോൾ രണ്ട് തിസിസും ആൻറ്റിതിസിസും ഈ നടുക്കുള്ള ദൈവത്തിൻ്റെ ഡോക്ട്രിനൽ ആ ബ്യൂട്ടിയിൽ നിന്നകന്നാണ് സഞ്ചരിച്ചത്. അതുപോലെയാണ് മിക്കവാറും നമ്മൾ ഒരു തെറ്റായ ഒരു കാര്യം ഒരാൾ പറയുമ്പം അതിനെ എതിർക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് ലോകത്തിലെല്ലാം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളതെല്ലാം വെച്ചിട്ട് വിശ്വാസികൾക്ക് കൺഫ്യൂഷൻ കളയാൻ ആകെ ഒരു വഴിയുള്ളൂ. പുതിയ നിയമം എടുത്ത് ലേഖനങ്ങൾ, പഠനങ്ങൾ അത് തന്നെത്താൻ വായിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും ലോങ് പാസേജസ് ഓഫ് ദ ബൈബിൾ, ഉദാഹരണത്തിന് റോമാലേഖനം വ്യാഖ്യാനിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വരെ ഒറ്റ സ്ട്രെച്ചിൽ ഒരേ ഐഡിയ ആണ്. അത് മുഴുവൻ വായിച്ചാലേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 5 വാക്യം വായിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു നീഡ് ടു ഗോ ത്രൂ ദ ബൈബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിട്ടൺ ദെയർ. അതുപോലെ തുടർച്ചയായി വേദപുസ്തകം വായിക്കുക. വിശ്വാസികളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, പ്രിയ മക്കളെ, സഹോദരങ്ങളെ, കൺഫ്യൂസ്ഡ് ആകരുത്. കൺഫ്യൂഷൻ മാറാൻ വിശ്വാസികൾ ചെയ്യേണ്ടത് ശുദ്ധമായി രാവിലെ എഴുന്നേറ്റ് സ്വസ്ഥമായി വേദപുസ്തകം, ഒരു വ്യാഖ്യാനവും തൽക്കാലം ടി വിയിലെ പ്രസംഗങ്ങളും മറ്റു പ്രസംഗങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇരുന്ന് ഈ ലേഖനങ്ങളിൽ എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതെന്ന് ജസ്റ്റ് സിമ്പിൾ ഹാർട്ടോടെ ഒന്ന് വായിച്ചു നോക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം മനസ്സിലാകുന്ന പണ്ഡിതന്മാർക്കാണെന്ന് വിചാരിക്കരുത്. ദൈവത്തിൻ്റെ വചനം മനസ്സിലാകുന്നത് മാനസാന്തരപ്പെടുന്നവർക്കാണ്, പാണ്ഡിത്യമുള്ളവർക്കല്ല. എനിക്ക് റോമാലേഖനം എത്രയോ വർഷങ്ങൾ അപരിചിതമായിരുന്നു. വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, പക്ഷെ അത് മുഴുവൻ വായിക്കുമ്പോൾ ഒന്നും പിടികിട്ടില്ല. അതെന്താ ആശയമൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എന്നെപ്പോലൊരു പാപിയോട് നീ എന്താണ് പറയുന്നത്? എൻ്റെ ആ പാപബോധത്തിൽ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കി, ഇത് എന്നോടാണല്ലോ സംസാരിക്കുന്നത്, ഇതെനിക്കുള്ളതാണല്ലോ. ഒരു ബ്രോക്കൺ ഹാർട്ടില്ല നമുക്ക് വേദപുസ്തകം മനസ്സിലാവില്ല. അത് ദൈവം എനിക്ക് തന്ന ആദ്യം, അതിനുശേഷമാണ് ഇത് തുറന്നു തരുന്നത്. അപ്പോൾ വചനം വെളിപ്പെടുന്നത് ഒരിക്കലും പണ്ഡിതന്മാർക്കോ അങ്ങനെയുള്ള എക്സ്പേർട്സിനോ അല്ല. ദൈവത്തിൻ്റെ വചനം ചില ടീച്ചേഴ്സിന് വെളിപ്പെടേണ്ടതല്ല. ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിലാണ് ടീച്ചർമാർ എഴുന്നേക്കുന്നത്. ഓരോ വിശ്വാസിക്കും ആത്മാവിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, അത് വിശ്വാസിക്ക് മാത്രമേ പറ്റുള്ളൂ. ലോകത്തിലാർക്കും ദൈവത്തെ അങ്ങനെ അന്വേഷിക്കാൻ പറ്റില്ല. ആത്മാവിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, അവൻ്റെ ഹിതം അന്വേഷിക്കുന്ന ഏത് വിശ്വാസിക്കും വെളിപ്പെടാവുന്ന രീതിയിൽ ആ വചനമുണ്ട്. ആ വചനം അതുപോലെ വായിച്ചു. ഞാൻ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഇപ്പോൾ റോമാലേഖനം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ലോങ് പാസേജസ്, ഇവിടുന്ന് ഒരു മുറിവാക്യം എടുത്തിട്ട് അതിന്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റോമാലേഖനത്തിൽ ഒരു വാക്യം എടുത്തു, അതേപോലൊരു വാക്യം ഗലാത്യ ലേഖനത്തിൽ കണ്ടു, അതുപോലൊരു വാക്യം പഴയ നിയമത്തിൽ കണ്ടു. ഇത് മൂന്നും കൂടെ ചേർക്കരുത്. അത് ചേർക്കുന്നതിന് മുമ്പ് റോമാലേഖനം വായിച്ച് എന്താ അവിടെ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കണം. ചിലപ്പോൾ അതേ വാക്യം വേറൊരു ആശയത്തിലായിരിക്കും ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും തുടർച്ചയായി വായിക്കുക, മനസ്സിലാക്കുക. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം വചനം ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തൻ്റെ മക്കളോട് അപ്പൻ എഴുതുന്ന പോലെ എഴുതിയിരിക്കുന്ന. അപ്പോൾ എന്നെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രീച്ചേഴ്സിനും ഓഫ് ചെയ്ത് വെച്ചിട്ട് ഗോ ത്രൂ ദ ബൈബിൾ. ഞാനതാ ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ പൂർവികരായ പിതാക്കന്മാർക്ക് അന്നുണ്ടായിരുന്ന പ്രത്യാശ ഭംഗം വരാത്ത പ്രത്യാശയായിരുന്നെന്നും തേജസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതെന്നും അവനിൽ ആ പ്രത്യാശ ഇല്ലാത്തവർക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. അതും കൂടെ ചെയ്യണമെന്ന് ഇതിൻ്റെ കൂടെ. അതായത് കേൾക്കരുതെന്ന് ഞാൻ പറയാമില്ല. ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ടത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കേൾക്കാവുന്നിടത്തോളം കേട്ടുകൊള്ളുക. പക്ഷേ ഈ ബെറോവയിലുള്ള ഒരു ചെയ്ത പോലെ ഇത് ശുദ്ധമായ വചനം വേറെ ഒരു സ്വാധീനവുമില്ലാതെ, നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. അതൊരു വലിയ കൾട്ടാണ്. ഇപ്പോൾ ചേസ് പാസ്റ്ററുടെ പ്രസംഗം അല്ലെങ്കിൽ ഇന്നാരുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കുന്നതിൽ കാര്യമില്ല. കാരണം അങ്ങനെയുള്ള ഗുരു കൾട്ട്, ഇതെല്ലാം മനുഷ്യരാണ്, ഇവർക്കെല്ലാം മിസ്റ്റേക്സ് പറ്റും. ഇവരാരും ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ എപ്പോഴും വചനവുമായിട്ടുള്ള പരിശോധനയ്ക്ക് നമുക്ക് ബാധ്യതയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് ഞാൻ പറയും.
അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് സിറ്റ് ബാക്ക് ആൻഡ് സീ വേർ യു ആർ സ്റ്റാൻഡിങ്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടി വരും. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഹിസ്റ്റോറിക്കലി എവോൾഡ് ഡോക്ടറിനുണ്ട്, ഉപദേശരൂപമുണ്ട്. അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ലൂതറിൻ്റെ കാലത്ത്, മാർട്ടിൻ ലൂതറിൻ്റെ കാലത്ത് കാത്തലിക് ചർച്ചിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പം അവർ നവീകരണ ഉപദേശങ്ങൾ സ്ഥാപിക്കും. ലൂതറൻ സഭയുണ്ടായി, CSI ചർച്ച്, അവിടുത്തെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടായി, അങ്ങനെ പ്രസ്ബിറ്റേറിയൻ ചർച്ച് അമേരിക്കയിലുണ്ട്. ഇതെല്ലാം പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളാണ്. അപ്പോൾ ഇത് ബേസിക് നമ്മളുമായിട്ടുള്ള താരതമ്യം എന്ന് പറഞ്ഞാൽ കൃപയാൽ വിശ്വാസത്താലുള്ള വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ് അവർ മുൻപോട്ട് പോയില്ല. അത് വിട്ട് കളയാതെ അടുത്ത സ്റ്റെപ്പ് ബാപ്റ്റിസം. അത് വിട്ട് കളയാതെ അടുത്ത സ്റ്റെപ്പ് ആത്മാവിൻ്റെ കൃപാവരങ്ങളുടെ ശുശ്രൂഷ. ഇതെല്ലാം മേലാണ് പണിയപ്പെടുന്നത്. പുതിയതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഹിസ്റ്റോറിക്കൽ ചർച്ചിൻ്റെ റിസ്റ്റോറേഷനാണ് കർത്താവ് ഹിസ്റ്ററിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൂതർ പഠിപ്പിച്ച എക്സാക്ട്ലി അതുപോലെ ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ട്രഡീഷണൽ വരുന്ന ചർച്ചുകൾ പഠിപ്പിക്കുന്ന ജനറൽ കാര്യങ്ങൾ, ഇപ്പോൾ കാൽവിനിസം എന്ന് പറഞ്ഞൊരു ഇസമുണ്ട്, അർമീനിയനിസം ഉണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കണം. ഐദർ യു ഷുഡ് ബി എ കാൽവിനിസ്റ്റ് ഓർ എൻ അർമീനിയൻ. അത് രണ്ടും ഈവാഞ്ചലിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻസാണ്. ഇത് രണ്ടിലൊന്നിൽ നിങ്ങൾ നിൽക്കാൻ ബാധ്യസ്ഥനാണ്. അതായത് ഡൈവേർട്ട് ചെയ്തുള്ളൊരു കാര്യം, ഇപ്പോൾ ത്രിയേകത്വം കോമൺ ഫ്രം റോമൻ കാത്തലിക് ചർച്ച് ടു പെൻഡകോസ്റ്റൽ ചർച്ച്, ബാക്കിയെല്ലാം ഹെറസിയാണ്. അതായത് ഈ കൺഫെഷൻസിനോട് ചേർന്ന് നിൽക്കാത്തതെല്ലാം ഹെററ്റിക്കൽ ടീച്ചിങ്സാണ്. ഇപ്പോൾ ചർച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രദറൻ ചർച്ച് നമ്മൾ തമ്മിലുള്ള പെൻഡകോസ്റ്റൽ ചർച്ച് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് പറയുന്നത് കൃപാവരങ്ങളുടെ പ്രയോഗത്തെക്കുറിച്ചുള്ളതാണ്. കൃപാവരങ്ങളുടെ പ്രയോഗം, ഈ കൃപാവരങ്ങളുടെ പ്രയോഗത്തെക്കുറിച്ച് മാത്രം അവരോട്ട് വഴക്കുണ്ടാക്കിയാൽ മതി. വഴക്കുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എതിർത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർ പഠിപ്പിക്കുന്നത്, ഇപ്പം ചില കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നത് നമുക്ക് അതുപോലെ അതിൻ്റെ ഇവല്യൂഷൻ ബാക്കിയാണിത്. അതുപോലെ ഓരോ ചർച്ചകളും നമ്മൾ നോക്കുമ്പോൾ കോമൺ ത്രെഡ് ഉണ്ട്. ഈ കോമൺ ത്രെഡ് വിട്ടുപോകുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. അതായത് ഇഫ് യു ആർ നോട്ട് എ കാൽവിനിസ്റ്റ്, നോട്ട് എൻ അർമീനിയൻ, യു ആർ ടീച്ചിങ് യുവർ ഓൺ ഡോക്ടർ. ഇന്നത്തെ ന്യൂ ജനറേഷനിൽ കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരൊരിടത്തും പഠിച്ചിട്ടുള്ളവരല്ല, ഇവർ ഒരു തിയോളജി വേദശാസ്ത്രവും പുസ്തകവും വായിച്ചിട്ടുള്ളവരല്ല. ഇവരാരുടെയും പ്രസംഗം വേറെ കേൾക്കില്ല. ഇതൊന്നും ഇവർ ചെയ്യില്ല. ഇവർ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ നോക്കുമ്പോൾ ഇത് തോന്നുന്നു, അത് പ്രസംഗിക്കുന്നു. പാവം ജനങ്ങൾ ഇവരുടെ കരിസ്മയിൽ വീണ് നല്ല ടീച്ചർ നല്ല പ്രസംഗം എന്ന് പറഞ്ഞത് കേട്ടുകൊണ്ട് പോകുന്നു. ഏത് മനുഷ്യനും അബദ്ധങ്ങൾ പറ്റാം, തെറ്റുകൾ പറ്റാം. പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ പ്രത്യേകത തെറ്റുകൾ പറ്റിയാൽ തിരുത്താൻ ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സഭയ്ക്കകത്ത്. ഇപ്പോൾ പെൻഡകോസ്റ്റൽ ചർച്ചകാർ മനസ്സിലാക്കണം, ഞങ്ങൾക്കൊരു ഉപദേശ രൂപമുണ്ട്. ആ ഉപദേശ രൂപം എന്താണെന്ന് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം സ്കൂളിലോട്ട് ചെല്ലുമ്പം മറ്റു മതക്കാർ ചോദിക്കും, നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട്? കൺഫ്യൂഷനായി. ഇപ്പോൾ ത്രിയേക ദൈവം എന്നുള്ളൊരു തത്വം പിള്ളേർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യും? അവർ നാളെ വശീകരിച്ച് വളച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം യഹോവസാക്ഷികളുടെ കാര്യം പറഞ്ഞു, ശാബത്തുകാരുടെ കാര്യം പറഞ്ഞു, അവരൊന്നും മെയിൻ സ്ട്രീമിൽ വരുന്നവരല്ല. എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീമിൽ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ഡോക്ട്രിൻ ഫോളോ ചെയ്തിട്ടില്ല. അത് ഫോളോ ചെയ്യാതെ അതിന് വെളിയിൽ ചവിട്ടിയവരെ നമ്മളകത്തുള്ളവരായി പരിഗണിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ കാര്യമായ വ്യത്യാസം പറയാൻ മാത്രം തോന്നിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിലുള്ള വിശ്വാസികൾ കുറച്ചുകൂടെ സമയം ഇതിനായിട്ട് ചിലവഴിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പ്രഷർ കാരണമാണെന്ന് അറിയില്ല. കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഈ ദൈവവചനം കേൾക്കാൻ ഞാൻ പോകുമ്പോൾ അതാണല്ലോ കാണുന്നത്, കുറച്ചുകൂടെ കേൾക്കാൻ താല്പര്യമുള്ളവരായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ തോന്നലാണോന്നും അറിയില്ല. കാരണം ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ മാത്രമുള്ളൊരു എക്സ്പോഷർ എനിക്കില്ല. പിന്നെ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നേ. കാരണം പുൽപ്പിറ്റ് ചെന്ന് നിൽക്കുമ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന അതൊരു വലിയ പ്രസക്തമായൊരു ഡിഫറൻസ് ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ മനസ്സിലാക്കി വരണമായിരിക്കാം. അങ്ങനെ കാര്യമായൊരു ഡിഫറൻസ് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും സത്യം സ്വീകരിക്കാൻ എപ്പോഴും, വചനത്തിൻ്റെ സത്യം സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറാണ്. അപ്പം അന്ത്യകാലത്ത് നമുക്കൊരു വലിയ റിസ്റ്റോറേഷൻ ആവശ്യമാണ്. വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകണം, ക്രിസ്തുവിലേക്ക് മടങ്ങിപ്പോകണം, കൃപയുടെ സുവിശേഷത്തിലേക്ക്. അതായത് മറ്റവർ പറഞ്ഞ വ്യാജ കൃപയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ കൃപയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. അത് ഒരു കാലത്ത് നമ്മുടെ പൂർവികന്മാർ വരമേൽപ്പിച്ചിരുന്ന ആ ഫെയ്ത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അത് ആ ഒരൊറ്റ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവരി വൺ നീഡ്സ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഞാൻ എനിക്ക് പറയാനുള്ളൂ, അതർ ദാൻ ക്രൈസ്റ്റ് വി ആർ സീറോസ് നത്തിങ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ക്രിസ്തു അല്ല. അതായത്
എപ്പോഴും ഞാൻ കർത്താവ് എന്നെ മനസ്സിലാക്കി പറഞ്ഞു, ഇറ്റ്സ് നോട്ട് വാട്ട് യു ആർ ഡൂയിങ് ബട്ട് ഇറ്റ്സ് നോട്ട് ഡൂയിങ് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ബീയിങ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ആരായി തീരുന്നുള്ളതാണ് പ്രധാനം. ആർ യു ബിക്കമിങ് ഡെയിലി എ ചൈൽഡ് ഓഫ് ഗോഡ്? ക്രിസ്തുവിനെ പോലെ ദൈവത്തിൻ്റെ ഒരു മകനായി ആ സ്വരൂപത്തിലേക്ക് അനുരൂപരാകാനുള്ള ഒരു ഞരക്കം, അത് ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളിലും അവർക്കതിന് കൂടുതൽ കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഐ ഫീൽ ദ മെസ്സേജ് ഈസ് ദ സെയിം എവരിവെയർ. യു നീഡ് ടു കം ബാക്ക് ടു ദ ലോർഡ്, സീ യുവർ സെൽഫ് ഇൻ ദ മിറർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് സീ ഹൗ ഇന്നാഡിക്വേറ്റ് വി ആർ ആൻഡ് ഹൗ മച്ച് ഗ്രേസ് വി റിക്വയർ. എന്നെ സംബന്ധിച്ച് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് ജനം വരിക എന്നുള്ളതല്ലാതെ ദർ ഇസ് നോ അംബീഷൻ. ഞാനൊരു അങ്ങനെ ഒരു പ്രസംഗകനല്ല. ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു വിഷയം തന്നിട്ട് പ്രസംഗിക്കുക, ഞാൻ പറഞ്ഞു എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ഭാരമില്ല, സോ ഐ എം അൺഎബിൾ ടു സ്പീക്ക്. കാരണം വേണമെങ്കിൽ ഞാൻ 5-6 പോയിൻ്റ് അവിടെ നിന്ന് ഡിക്ഷണറി എടുത്തുകൊണ്ട് വരാം. ദർ ഇസ് നോ പോയിൻ്റ് ഇൻ ദാറ്റ്. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ പ്രോഫറ്റ് ഇൻ വൺ സെൻസ്. കാരണം ദൈവം എന്താണ് ഒരു സഭയോട് വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം പറയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ സോ that's a common message to all Christians all over the world. Get closer to Christ as much as possible.